ഇത് ഫുള്ള് മീൻ വെള്ളമാണ്. ഇത് വീണിട്ടാണ് ഫുള്ള് സ്മെല്ല്. ഇത് ഇവിടെ മാത്രമല്ല, ഇവിടെ നിന്ന് മുക്കാൽ ആ റൂട്ട് മൊത്തം ഈ സ്മെല്ലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കോർപ്പറേഷനിലോട്ട് വിളിച്ചത്. മീൻ വെള്ളം വീണെടുക്കുന്ന കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ വിഷയം സ്മെല്ലാണ്, രണ്ടാമത്തെ വിഷയം ബൈക്ക് യാത്രികർക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടാണ്. മീൻ വെള്ളത്തിൽ കയറി കുറേ കപ്പെടുത്ത എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം മീൻ വെള്ളത്തിൽ കയറി കഴിഞ്ഞാൽ വീഴും. പിന്നെ സ്മെല്ല് ഞങ്ങൾ സഹിക്കും. ഞങ്ങൾ കടപ്പുറത്ത് കിടന്ന് വളർന്നവരാണ്. സ്മെല്ല് ഞങ്ങൾ സഹിക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്നിരുന്നാലും കോർപ്പറേഷൻ്റെയും മറ്റുള്ളവരെ അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുക, അവർ ക്ലീൻ ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ കോർപ്പറേഷനിലോട്ട് വിളിച്ചു. കോർപ്പറേഷനിൽ വിളിക്കുന്ന സമയം എനിക്ക് തോന്നുന്നു ഒരു 3:45 ആ ടൈമായിരുന്നു. അപ്പോൾ അവരുടെ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ അവിടെ ആളില്ല. അവർ 7 മണി തൊട്ട് 2 മണി വരെ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞു. അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇടാം. രണ്ടാമത് ഞാൻ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗൺസിലറിനെ വിളിച്ചു. കൗൺസിലറിനെ വിളിക്കുന്ന നമ്പറിലായിരുന്നു, വേറൊരു പുള്ളിയെ വിളിച്ചിട്ടാണ് വിളിച്ചത്. കൗൺസിലർ രണ്ടുപേരെയും വിളിച്ചായിരുന്നു, പക്ഷേ പുള്ളി റെസ്പോൺസ് ചെയ്തിട്ടില്ല. പിന്നെ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർഫോഴ്സിനെ വിളിച്ചത്. അപ്പോൾ ഞാൻ ഇവിടെ ഫയർഫോഴ്സിനെ നമ്മൾ ഡയറക്റ്റ് വിളിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫണ്ട് കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ഇഷ്യൂ കാരണം എന്നാൽ ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഫയർഫോഴ്സിനെ വിളിച്ചു. അപ്പോൾ ഞാൻ ഇവർ ഇത്ര വരെയും വിളിച്ച വീഡിയോയും കൂടെ ഇതിൽ പിൻ ചെയ്യാം. നിങ്ങൾ കണ്ടോ, നടന്നു പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങളായിട്ട് ഫയർഫോഴ്സിനെ ആരെങ്കിലും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ വന്ന് വെള്ളം അടിച്ചിട്ട് പോയേനെ. ഫുൾ സ്മെല്ലാണ്. റോഡിൽ അങ്ങോട്ട് ഇവിടെ പോലീസ് സ്റ്റേഷൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ടും ഫുള്ളായിട്ട് ഇങ്ങനെ വെള്ളം വീണിട്ട് നല്ല സ്മെല്ലാണ്. തെന്നൂർക്കോണം വരെ നാറണം ഉണയി കിടപ്പുണ്ട്. ആണോ? അപ്പം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ മാം, താങ്ക് യു. പിന്നെ കഴിഞ്ഞ ജംഗ്ഷനിലില്ലേ ഈ മീൻ വണ്ടി എന്തോ പിടിച്ചിട്ടിരുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. അത് പോയപ്പോൾ അവന്മാരെന്തോ തുറന്നു വിട്ട് വേസ്റ്റ് വെള്ളം. അപ്പോഴേ ആ വെള്ളമാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എങ്ങനെ പോയിരുന്നാലും തെരുവുകുണം കഴിഞ്ഞ് മുക്കാൽ വരെ ആ സ്മെല്ലുണ്ട്. മെയിൻ ജംഗ്ഷനിലാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കൗൺസിലിനെ വിളിച്ചിട്ടേ ഒന്ന് ഫയർഫോഴ്സിൽ എവിടെയെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞൊന്ന് ക്ലീൻ ചെയ്ത് തരാൻ പറ്റുമോ ചോദിക്കുമോ? ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ റിപ്ലൈ നോക്കിയിട്ടൊന്ന് വിളിക്കുമോ? ഓക്കെ നമ്പർ ഒന്ന് സെറ്റ് ചെയ്ത് തരുമോ? ഒരു മിനിറ്റ് 98523737. ഓക്കെ ഞാൻ അപ്പോൾ വിളിക്കാം. താങ്ക് യു. ഞാൻ നേരത്തെ സ്കൂളോട്ട് പോയിട്ട് ഒന്ന് മൂക്ക് കരിഞ്ഞു. മൂക്കിൽ 2 മൂടി കരിഞ്ഞു. കൗൺസിലർ ഹലോ സാർ വിഴിഞ്ഞത്തുനിന്നാണേ. എമർജൻസി ഒന്നുമല്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഴിഞ്ഞ ജംഗ്ഷനിൽ ഒരു മീൻ വണ്ടി പോയതാണ്. അപ്പോൾ അവർ മറ്റേ വേസ്റ്റ് വെള്ളം തുറന്നിട്ട് ഒരു നല്ല സ്മെല്ലാണ്. ഇവിടെ നിന്ന് മുക്കാല വരെ ഏകദേശം ഉണ്ട്. പക്ഷേ ജംഗ്ഷനിലായതുകൊണ്ട് വിഴിഞ്ഞ ജംഗ്ഷനിലായതുകൊണ്ട് നല്ല സ്മെല്ലാണ്. ആർക്കും നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഞങ്ങൾ കൗൺസിലറിനെയും കോർപ്പറേഷനിലും വിളിച്ചായിരുന്നു. കൗൺസിലർ റെസ്പോൺസ് ചെയ്യുന്നില്ല. കോർപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ അവർക്കിപ്പം ചെയ്തു തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതാ ഞങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്താൽ പേയ്മെൻറ്റ് വല്ലതും ചെയ്യേണ്ടി വരുമോ അറിയില്ല. ഇവിടെ എല്ലാവരും വിളിക്കാൻ വേണ്ടി ഇരുന്നോ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയാണെന്ന് പറഞ്ഞു. ഇത് വിഴിഞ്ഞ ജംഗ്ഷനിലാണ് കറക്റ്റ്. പാലം വരെ ഹലോ സാർ, കോർപ്പറേഷൻ തന്നെ ബന്ധപ്പെടണം അല്ലേ സാർ? ഓക്കെയാണ് സാർ. എന്നാലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കിയാൽ. താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായ റീസൺസ് എല്ലാം പറഞ്ഞായിരുന്നു. അപ്പോൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ആരോടും പരിഭവങ്ങളും ഇല്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തായിരുന്നു ആരെങ്കിലും ചെയ്യുമോ ഇല്ലയോ നോക്കാൻ വേണ്ടി. നെക്സ്റ്റ് ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങൾ ട്രൈ ചെയ്യും. നിങ്ങളും ശരിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക മാക്സിമം. ഓക്കെ, താങ്ക് യു.